സുപ്രീം കോടതിയെ കൊണ്ട് ഇടപെടൽ ശക്തമായി ഉണ്ടാകുന്നില്ല. എന്തോരം നാളായി കേസ് നടക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേസ് എത്ര വർഷമായി സുപ്രീം കോടതി നടക്കുന്നത്. ഇൻ കേസ് അത് പൊട്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 10-80,000 പേര് മരിക്കും. ഇതിൻ്റെ അകത്ത് മണ്ണ്, ചെളി ഉൾപ്പെടെ ഈ ഒരുപാട് വലിയ കല്ല് ഉൾപ്പെടെ വന്ന് ഈ പറഞ്ഞ ഇടുക്കി ഡാമിൽ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇടുക്കി ഡാം പൊട്ടുകയാണെങ്കിൽ ബാക്കി എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ലോകത്തിൽ ഇന്നേ വരാനുള്ളതിൽ ഏറ്റവും വലിയൊരു ദുരന്തമാവും. ഓൾമോസ്റ്റ് ഏറ്റവും മിനിമം 60 ലക്ഷം പേരെങ്കിലും എന്ത് ചെയ്യും, മരണപ്പെടും. വലിയ ദുരന്തം വരാം. എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ദൈവമല്ല, നമുക്കറിയത്തില്ല എപ്പോഴാണ് എന്താ സംഭവിക്കുന്നുള്ളത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ഒരു കുട്ടി പഠിക്കുന്ന ഒരു സിലബസിൽ നമ്മുടെ ഹിസ്റ്ററി ആയിരിക്കും. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, ഞാൻ കുറേ നാളായി ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ഒരാളെ പിടികൂടണം, പക്ഷേ ഇതുവരെ പിടുത്തം തന്നില്ല. പക്ഷേ ഇന്ന് എൻ്റെ കൂടെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, മലയാളികൾ നിന്നും സ്നേഹിക്കുന്ന റോബിൻ, ഡോക്ടർ റോബിൻ. നമസ്കാരം. നമ്മൾ ബ്രോ എന്നാണ് വിളിക്കുന്നത്, പക്ഷെ എല്ലാവരും കേൾക്കാന്ന് വിളിച്ചിട്ട് എനിക്ക് പക്ഷെ നിങ്ങളെ കാണുമ്പോൾ ഒരു ബ്രോ ഒരു ഫീലാണ് തോന്നുന്നത്. പ്രായമില്ലെന്ന് അതാണ്. അതെ, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഗ്രൗണ്ട് ക്ലാസ്സിൽ വെച്ചിട്ടാണ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരാളിന് പകരം ഞാനായിരുന്നു ആ ഒരു നമുക്ക് വൈൽഡ് കാർഡ് ആയിട്ട് എൻ്റെ സീസണിൽ വരേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ആക്ച്വലി ബ്രോവിനെ പറ്റി അറിയുന്നത്. പിന്നെ നോക്കിയപ്പോഴാണ് ആള് ഇച്ചിരി ഒന്ന് എന്താ പറയാ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു മനുഷ്യനാണെന്ന് എന്ത് ചെയ്ത് മൊത്തത്തിൽ ഒരു ഐഡിയ ഉണ്ടായി. പക്ഷെ നിങ്ങൾ ബിഗ് ബോസ് ഉണ്ടായിരുന്ന പൊളിച്ചനായിട്ടാ. നമ്മൾ തമ്മിലായനെ. അല്ല, ഇനി പോകുന്നുണ്ടോ, സീസണിൽ പോകുന്നുണ്ടോ? എനിക്ക് താല്പര്യമില്ല. പക്ഷെ കഴിഞ്ഞ സീസണിലും വേണമെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. പക്ഷെ ഇനി സീസൺ ഉണ്ടോന്ന് എനിക്കറിയില്ല. അല്ല, അതിനെക്കാട്ടിയും കോളുകളൊക്കെ പുറത്ത്. ഇതാണല്ലോ നമുക്ക് നല്ലതാണ്. ഇതാണ് ഏറ്റവും രസകരമായ കാര്യം. പിന്നെ ഞാൻ ആക്ച്വലി ഇപ്പം റീസെന്റ് ഒരു ഇന്റർവ്യൂ ഇപ്പോഴാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും റോബിന്റെ ഈ മനസ്സാണ് റോബിനെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഭയങ്കര വലിയ നല്ലവരല്ല, റോബിന്റെ മനസ്സാണ് ചിരിക്കുന്നത്. ഈ ചിരി എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ചിരി തന്നെയാണ് റോബിന്റെ ഒരു ഉണർവ്. ആരൊക്കെ എന്തൊക്കെ അടിച്ചിരുത്തിയാലും റോബിന്റെ ഒരു ചിരിയോടുകൂടി അടിച്ചവർ വീണ്ടും ഒന്ന് ചിന്തിക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അല്ല, ആദ്യമൊക്കെ ഞാൻ പ്രതികരിക്കുന്നത്, ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പറാണ്, ഭയങ്കര അഗ്രസീവാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും ഇപ്പൊ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയുന്ന ഒരു പ്രകൃതമായിരുന്നു ഞാൻ. പക്ഷെ മാറിയല്ലോ, ഞാൻ ഒരുപാട് മാറി. പൊടിയാണ് സഹായിച്ചെന്ന് എനിക്ക് സംശയം. പൊടി ഒരു വിധത്തിൽ ഒരു 80% എൻ്റെ ഭാഗത്ത് എന്തൊക്കെ നല്ലത് വന്നിട്ടുണ്ടോ അതിൽ പൊടി ഒരു വലിയ ഭാഗം തന്നെയാണ്. കാരണം പൊടി പറയുന്നുണ്ട്, ചേട്ടാ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ചെയ്യണം. സത്യം പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ്. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ നമ്മളടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ്ലി പറയുമ്പം അത് ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അധികം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നില്ല. എടുത്ത് ചാട്ടം കുറച്ച് കുറഞ്ഞു. പിന്നെ ക്ഷമ കുറച്ചൊക്കെ പഠിച്ചു. പിന്നെ എന്താ പറയാം, എന്തൊക്കെ നല്ല ക്വാളിറ്റീസ് ഉണ്ടോ അതൊക്കെ ഞാൻ ഡെവലപ്പ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ഒരു ബെറ്റർ പേഴ്സൺ, നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടി ശ്രമിക്കുന്നു, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ എന്നും പറഞ്ഞ് ഞാൻ കംപ്ലീറ്റ്ലി ഭയങ്കര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം നല്ലത് മാത്രം ചെയ്യുന്ന, എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരാളൊന്നുമല്ല ഞാൻ. എൻ്റെ ഭാഗത്തും എന്താ പറയുക, പോസിറ്റീവും നെഗറ്റീവും ചേർന്നിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യനാണ് ഞാൻ. എനിക്ക് അത് അങ്ങനെ ജീവിച്ചാൽ മാത്രം മതി. ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന കറക്റ്റ് ആണെന്ന് മനസ്സിലാകത്തുള്ളൂ, അല്ലേ? അല്ല, ഞാൻ ചെയ്യുന്ന എല്ലാം നല്ലവനായ ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഫോൾട്ട് ഉണ്ട്. ഇയാൾ ചെയ്യുന്ന മൊത്തവും തെറ്റാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊത്തം ഹേറ്റേഴ്സ് ആണെങ്കിൽ ഒരു ബാലൻസ് ഉണ്ട്. ബാലൻസ് മീൻസ് ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ. 70% ഇഷ്ടപ്പെടുന്നവരാണ്, 30% ഒബ്വിയസ്ലി അത് നമുക്ക് വേണം. എന്നാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഹെൽത്തി ക്രിറ്റിസിസം എനിക്ക് എപ്പോഴും ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വളരാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഈ ബിഗ് ബോസിന് മുന്നേ മീഡിയ ഒന്നും എനിക്കറിയത്തില്ല, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഒന്നും എനിക്കറിയത്തില്ല ബ്രോ. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ അധികം ആൾക്കാരായിട്ടൊന്നും ഇൻട്രാക്ട് ചെയ്യാത്ത ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് പെട്ടെന്ന് ഞാൻ കാണുന്ന എന്തോ ഒരു ലോകമാണ്. ഒരു ജന്മത്തെ 2 ജീവിതം എന്ന് പറയുന്ന കണക്ക്. ബിഫോർ ബിഗ് ബോസ്, ആഫ്റ്റർ ബിഗ് ബോസ്. സത്യം ഇപ്പോഴാണെങ്കിൽ ഈ ഒരു 2.5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എവിടെ ചെന്നാലും ആരെങ്കിലുമൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക, നമ്മൾ ഇഷ്ടപ്പെടുക, അതൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ബലമുണ്ടായി എന്നെനിക്കിപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേര് നമുക്ക് എതിർക്കുമ്പോഴാണ് നമ്മൾ പോകുന്ന ട്രാക്ക് കറക്റ്റാണെന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ ശത്രുവിൻ്റെ വലുപ്പവും അതിൻ്റെ എണ്ണവും കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവർ ഭയക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, പക്ഷേ ഉറപ്പായിട്ടും തിരിച്ച് വരും. കാരണം അതിനുള്ള പ്രിപ്പറേഷൻസാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സത്യം പറഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറാണ്. തീർച്ചയായും. ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ പൊളിറ്റിക്കൽ ലീഡറായിട്ടുള്ള EP ജയരാജൻ സാറ്
ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒരു അവാർഡ് ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പം ഞാൻ ഡയറക്റ്റായിട്ട് മീഡിയയുടെ ഫ്രണ്ട് വെച്ച് തന്നെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ഇതേപോലെ ന്യൂയോർക്ക് ടൈംസിൻ്റെയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഇത് പ്രശ്നത്തിലാണ് എന്നാണ് പറയുന്നത്, എന്താണ് സാർ ഇതിനോട് ഒരു പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഒന്നും പേടിക്കേണ്ട, എല്ലാം സേഫാണ്, നമ്മളെല്ലാം സുരക്ഷിതരാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കത് സേഫ് അല്ല എന്ന് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് കൺസ്ട്രക്ട് ചെയ്ത ഡാം കൺസ്ട്രക്ട് ചെയ്ത ആൾ പറഞ്ഞിരിക്കുന്ന, ആർക്കിടെക്റ്റ് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ആയുസ് 50 വർഷമുള്ളൂ. പോട്ടെ 50 പോയാലും ഒരു 75 അല്ലെങ്കിൽ 100 വർഷം വരെ പിടിച്ചു നിന്ന് വെച്ചോട്ടെ. ഇപ്പം അത് 129 വർഷമായിരിക്കുകയാണ് അതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ. പിന്നെ ഇത് താങ്ങുന്ന വെള്ളത്തിന് നമ്മൾ വിചാരിക്കും ഇത് നമുക്കൊരു ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ പിടിച്ചു വെക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഭാരം എന്താണെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ ഇത്രയും എന്താ പറയുക 64 സ്ക്വയർ കിലോമീറ്റർ അത്ര വോളിയത്തിൻ്റെ വെള്ളമാണ് ഈ പറഞ്ഞ ഡാം എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ശേഷി ആ ഒരു ഡാമിന് ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? ഞാൻ ഇതിനെപ്പറ്റി കുറേ ആർട്ടിക്കിൾസ്, കുറേ വീഡിയോസ് എല്ലാം നോക്കിയപ്പോഴും ഒരിക്കലും സേഫ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇൻ കേസ് അത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 10-80,000 പേര് മരിക്കും തീർച്ചയായിട്ടും. എന്നിട്ടാണ് ഇടുക്കി ഡാമിലേക്ക് വരുന്നത്. ഇടുക്കി ഡാം പലരും വിചാരിക്കും അത് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അഡ്വക്കേറ്റ് റസൽ പുള്ളിക്കാരൻ്റെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ അകത്ത് മണ്ണ്, ചെളി ഉൾപ്പെടെ ഈ ഒരുപാട് വലിയ കല്ല് ഉൾപ്പെടെ വന്ന് ഈ പറഞ്ഞ ഇടുക്കി ഡാമിൽ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇടുക്കി ഡാം പൊട്ടുകയാണെങ്കിൽ ബാക്കി എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ലോകത്തിൽ ഇന്നേ വരെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു ദുരന്തമാവും. ഓൾമോസ്റ്റ് ഏറ്റവും മിനിമം 60 ലക്ഷം പേരെങ്കിലും എന്ത് ചെയ്യും, മരണപ്പെടും. പിന്നെ എല്ലാവരും വിചാരിക്കും ഇത് ഈ പറഞ്ഞവർക്ക് ഒരു 4-5 ഡിസ്ട്രിക്റ്റ് മാത്രമല്ലേ അഫക്റ്റഡ് ആവൂ എന്നുള്ള ഒരു ചിന്ത പലർക്കും ഉണ്ട്. ട്രിവാൻഡ്രം സേഫാണ് അല്ലെങ്കിൽ കാസർഗോഡ് സേഫാണ്. ഒരിക്കലുമല്ല. ഇതെന്ന് പറഞ്ഞാൽ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സമുദ്രമാണ്. ഇത് വന്ന അത്രയും ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹിറോഷിമയിൽ ഉണ്ടായിരുന്നേക്കാട്ടിയും ഒരു 10, 200, 300 ടൈംസ് എഫക്റ്റിലാണ്, ഈ എനർജിയിലാണ് ഇത് വരുന്നത്. ഇത് വന്ന് കടലിലേക്ക് പോകുമ്പോൾ തിരിച്ച് ഭയങ്കര വലിയൊരു സുനാമി ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ അടുത്ത സ്റ്റേറ്റ് പോലും ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ സുനാമി കാരണം അഫക്റ്റ് ചെയ്യാം. ട്രിവാൻഡ്രം അഫക്റ്റ് ചെയ്യും, കാസർഗോഡ് അഫക്റ്റ് ചെയ്യും, ഏത് ഡിസ്ട്രിക്റ്റ് വേണമെങ്കിലും എന്ത് ചെയ്യാം, അഫക്റ്റ് ചെയ്യാം. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു ഡാം അവർ പറയുന്നത് എന്തൊക്കെയാണ് റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ ഇല്ലേ. കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ് അതിലൊരു വളവ് സംഭവിച്ചു എന്ന് പറയുന്നു. വളവ് സംഭവിച്ചാൽ ഇനി അത് ഒരിക്കലും നേരെ ആവത്തില്ല, ഒരിക്കലും ഇല്ല. ഇതിനി കൂടുതൽ വളവിലേക്ക് പോയി പൊട്ടും. ഇതെന്തായാലും ഒരു ദിവസം പൊട്ടും. പോട്ടെ, നാളെ പൊട്ടൂലായിരിക്കും, മറ്റന്നാൾ പൊട്ടൂലായിരിക്കും, പക്ഷേ ഇത് ഒരു ദിവസം പൊട്ടുമല്ലോ. ഇത് അടുത്തുള്ള ഒരു ഡാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും അത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത്രയും ഫോഴ്സിൽ നമ്മൾ അവിടെ എന്തൊക്കെ പണി ചെയ്താലും അത് ഇതിനെ ഈ ഡാമിനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. ഇതിനുള്ളൊരു സൊല്യൂഷൻ എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകണമെന്നുള്ളത് എനിക്കറിയത്തില്ല. സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇടുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ ഈ എഫേർട്ട് പോരാ. എനിക്ക് തോന്നുന്നത് ഇൻ്റർനാഷണൽ പരമായിട്ടുള്ള വിദഗ്ധരുടെ അഭിപ്രായവും അങ്ങനെയുള്ള എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സിനെ അവരെ കൊണ്ടുവന്ന് ഇതെല്ലാം കാണിച്ച് എന്താ ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഒരു ഇൻ്റർനാഷണൽ ലെവലായിട്ടുള്ള എന്താ പറയുക, ഒരു ചർച്ചയിലേക്ക് ഇത് പോകണം. എന്നിട്ട് ലോകം മൊത്തത്തിലുള്ള, നമ്മുടെ രാജ്യം വിചാരിച്ചാൽ നടക്കത്തില്ലേ, നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലാണല്ലോ അല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യത്തിൽ എത്ര വലിയ വിദഗ്ധരായിട്ടുള്ള ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും അവരെ കൊണ്ടുവന്ന് ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്നുള്ളത് ചെയ്യാമല്ലോ. പക്ഷേ എന്നെപ്പോൾ ഒരു സാധാരണക്കാരന് എങ്ങനെ അതിലേക്ക് എത്താമെന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല. ഇപ്പോൾ ബ്രോയിന് എന്ത് തോന്നി, എങ്ങനെ ഇത് ഇപ്പോൾ ഒബ്വിയസ്ലി പ്രധാനമന്ത്രിക്ക് ഈ ഒരു കാര്യം അറിയായിരിക്കും, പക്ഷേ ഇത് വാട്ട്സ് നെക്സ്റ്റ്, അടുത്ത ലെവലിലേക്ക് പോകണ്ടേ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനെയോ അല്ലെങ്കിൽ അതിൻ്റെ വിദഗ്ധരെ കൊണ്ടുവന്ന് എന്താ ഇവിടെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. സമയമെടുക്കുമായിരിക്കും, പക്ഷേ നമ്മൾ ഇപ്പോഴേ തുടങ്ങിയാലേ എന്ത് ചെയ്യത്തുള്ളൂ, വലിയൊരു ആപത്ത്. നാളെ ലോകത്തിൽ ഇൻ്റർനാഷണൽ ലെവലിൽ മുല്ലപ്പെരിയാർ ഡാം കൊളാപ്സ്ഡ് അല്ലെങ്കിൽ തകർന്നു എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ട് ഇത്ര ലക്ഷം പേര് മരിച്ചു, അല്ലെങ്കിൽ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ദുരന്തം എന്നുള്ള രീതിയിൽ ഇത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ല എനിക്ക് ആവശ്യം. അത് വരാൻ പാടില്ല. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന നാം പാതി ദൈവം പാതി എന്നല്ല. നാം 100% കൊടുക്കണം, ദൈവം 100% കൊടുക്കണം, എന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ അല്ലേ.
എന്താ എനിക്ക് ഒബ്വിയസ്ലി ഞാനിപ്പോൾ എറണാകുളത്തുള്ളത്, എന്നെപ്പോലെ പല മനുഷ്യരും എന്തുണ്ട് ഈ ഭാഗത്തുണ്ട്. ഇത് എവിടെയൊക്കെ പോയി വെള്ളം ഏത് വഴി പോകുന്ന എങ്ങനെ അറിയാം? ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ല, ഈ പറഞ്ഞ ഇത്ര ഡിസ്ട്രിക്റ്റിലെ വരോളം എങ്ങനെ അറിയാം? തമിഴ്നാട്ടിൽ പോകുമല്ലോ. തമിഴ്നാട് സൈഡിലും എന്ത് ചെയ്യും, ഒരുപാട് പേര് എന്ത് ചെയ്ത് ഓൾമോസ്റ്റ് 1 crore അടുപ്പിച്ച് 1 CR അടുപ്പിച്ച് ആൾക്കാർ മരിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ലോകം കണ്ടതിൽ വലിയൊരു ദുരന്തം. ഞാനിപ്പോഴും പറയാം, മുല്ലപ്പെരിയാർ ഒരിക്കലും സേഫ് അല്ല. അത് നമ്മൾ കൊണ്ട് നടക്കുന്ന എന്താ പറയുക, കേരളത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ബോംബ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളെല്ലാവരും അല്ല, ലോകം മൊത്തത്തിൽ നമ്മൾ നാളെ ഒരു ചരിത്രമാവാതിരിക്കും. തീർച്ചയാണ്. ഞാൻ ഈ മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ ഞാൻ ഒത്തിരി റിപ്പോർട്ടിങ്ങിന് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടുന്ന് എന്നെ ഡാമിൻ്റെ മുകളിൽ ആനയിട്ട് ഓടിച്ച സംഭവം വരെ എൻ്റെ ജീവിതത്തിലാണ്. ഞാൻ ചാനലിരിക്കുമ്പോൾ റിപ്പോർട്ടിങ് അന്ന് തൊട്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടും നമ്പർ നാളുകളോളം പോയി എന്ന് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ വാർത്തയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ട് നമ്മൾ. എനിക്ക് ഓർക്കുന്നു, അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പൊട്ടൽ റസൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. എത്രയോ പ്രാവശ്യം ഇത് അടച്ചു വെച്ചിട്ടുണ്ട്, ഡാം അടച്ചു വെച്ചിട്ടുണ്ട്. അന്നത്തെ വിഷയങ്ങളുണ്ടാകും. എത്രയും നാളുകൾ നീണ്ട സമരം നടന്നിരിക്കുന്നു. ഇത് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലും, പക്ഷേ വെള്ളം വരുന്നത് കേരള സർക്കാരിൻ്റെ ഇതിലേക്കുമാണ്. പക്ഷേ ഡാം പണിയാൻ സ്ഥലം കണ്ടെത്തിയിരുന്നു. കേരള സർക്കാരിൻ്റെ ഇടത്ത് സ്ഥലം കണ്ടെത്തിയപ്പോൾ തമിഴ്നാട് സർക്കാർ അനുവദിക്കുന്നില്ല. അങ്ങനെ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. അത് റോബിൻ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടാൽ ഈ തീരാവുന്ന സംഭവമേ ഉള്ളൂ. അതിന് യാതൊരു മാറ്റവുമില്ല. ഇവിടെ വലിയ ഇഷ്യൂ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ശരിക്കും ആ ഡാമിനെ കുറിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ്, ഡാമിന് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അന്നത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാലങ്ങളിലെ പഴക്കം വന്നു എന്ന് എല്ലാവരും വിദഗ്ധ സമിതി അംഗീകരിക്കുന്നുണ്ട്. തമിഴ്നാടിൻ്റെ വിദഗ്ധ സമിതി അംഗീകരിക്കുന്നുണ്ട്, കേരളത്തിൻ്റെ വിദഗ്ധ സമിതി അംഗീകരിക്കുന്നുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് വിദഗ്ധ സമിതിയെ നിയമിച്ചു. അവരും പറയുന്നു ഇതിന് കാലപ്പഴക്കമുണ്ട്, ഏത് സമയത്തും എന്തും സംഭവിക്കാൻ. ഈ മഴ വരുമ്പോൾ മാത്രമേ ഈ മുല്ലപ്പെരിയാർ ഡാമിന് ഓർക്കുന്നുള്ളൂ. ഒരിക്കലും അവിടെയാണ് വിഷയം സംഭവിക്കുന്നത്. അതാണ് പ്രശ്നം. കാരണം അറ്റ്ലീസ്റ്റ് മഴ വരുമ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ, അല്ലേ? ഞാൻ കഴിഞ്ഞ വർഷം ഇത് മഴയൊന്നും ഇല്ലായിരുന്ന സമയത്താണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചത്. കാരണം ഇതിന് എന്താണ് ഇനി, എങ്ങനെ ഇത് എത്തിക്കുക? ഇപ്പം എനിക്കിപ്പം അത്യാവശ്യം ആൾക്കാരിലേക്ക് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നമ്മൾ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ ആൾക്കാർ അറിയപ്പെടുന്ന ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആക്ടേഴ്സ് ആണെങ്കിലും, ഇങ്ങനെ പറഞ്ഞ എല്ലാവരും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഇത് നമ്മൾ നാഷണൽ ഇഷ്യൂ ആക്കണം. നാഷണൽ ഇഷ്യൂ ആയിട്ടുണ്ട് റൂമിന്. ഇത് ഇല്ല, ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഇല്ല, ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രാവശ്യം ആയിട്ടുണ്ട്, നാഷണൽ ഇഷ്യൂ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. സോ നമ്മൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്ന വരെ ചെയ്യണം. എന്നാൽ കഴിവത് ഇപ്പോൾ ബ്രോവിന് അത്യാവശ്യം എല്ലാവരുമായിട്ടും കോൺടാക്ട് ഉണ്ട്. ഞാൻ അങ്ങനെ അധികം കോൺടാക്ട്സ് കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ബ്രോവിന് എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടാണെങ്കിലും എല്ലാ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളായിട്ടാണെങ്കിലും ബ്രോവിന് കോൺടാക്ട് ഉണ്ട്. ബ്രോ ഒരു കാര്യം ചെയ്യും, എല്ലാവരെയും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് ഇതിനെപ്പറ്റി നമുക്കൊരു മീറ്റിംഗ് വെച്ച് നമുക്ക് അവിടെ പോയി, അല്ലെങ്കിൽ എവിടെ ഇപ്പം നമ്മളൊക്കെ പറഞ്ഞാലും നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മൾ ചൂസ് ചെയ്ത വ്യക്തിയാണ് ആര്, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഒരു വലിയൊരു സ്റ്റേറ്റിനെ റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ലോകത്തിന്, നമ്മുടെ സ്റ്റേറ്റോ അല്ലെങ്കിൽ ഇന്ത്യയോ അല്ലെങ്കിൽ വേൾഡോ അല്ല, നമ്മുടെ ലോകത്തിൽ മനുഷ്യരുടെ വിലയെന്ന് പറയുന്നത് ഇവിടെയാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അങ്ങ് എന്താ പറയുക, ഇറ്റലിയിലാണെങ്കിലും നൈജീരിയയിലാണെങ്കിലും ഒന്ന് തന്നെയാണ്. എല്ലാവരുടെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് തന്നെയാണ്. എല്ലാവർക്കും റിലേഷൻഷിപ്സ് ഉണ്ട്, എല്ലാവർക്കും എന്താ പറയുക, ജീവൻ്റെ വാല്യൂ ഉണ്ട്. അത് മനസ്സിലാക്കി നമ്മളിത് എങ്ങനെയെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇതിനെപ്പറ്റി സംസാരിക്കണം. അല്ലെങ്കിൽ പുള്ളിക്കാരനെ ഒബ്വിയസ്ലി എത്ര സ്ഥലത്തൊക്കെ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, പാലാരിവട്ടം പാലം ഇപ്പോൾ ഒരു കൺസ്ട്രക്ട് ചെയ്താൽ അത് ഒരു അപകട നിലയിലാണെന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യൂലേ? അതും എത്ര പാലം പുതുക്കി പണിഞ്ഞിട്ടുണ്ട്, അല്ലേ? ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അത് പൊട്ടിപ്പൊളിഞ്ഞ് വീഴും, അതിന് മുകളിൽ കൂടെ വണ്ടി പോകാൻ പാടില്ല എന്ന് അറിയാവുന്നത് കൊണ്ടും ആൾക്കാർ മരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്, അല്ലേ? അപ്പം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ ഇതിൽ വാട്ട്സ് നെക്സ്റ്റ് എന്നില്ല. ഇതൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. പൊട്ടൂല, അടുത്തേക്ക് പോകുന്നില്ല. പോകാം. ഇതിനിപ്പോൾ ഇന്ത്യയിൽ തന്നെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടാവാം ഡാം കൺസ്ട്രക്ട് ചെയ്ത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രധാനമന്ത്രി ലോകത്തിൽ മൊത്തത്തിലുള്ള ഡാം കൺസ്ട്രക്ഷനിലുള്ള എഞ്ചിനീയേഴ്സിന് വിദഗ്ധരെയും കൊണ്ടുവന്ന് ഇത് കാണിച്ച് പുള്ളിക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്താലേ ഇത് നടക്കത്തുള്ളൂ, അല്ലേ? പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതും ചരിത്രമാണ്. അല്ലേ? അതും ചരിത്രമാണ്, അല്ലേ? 100% ചരിത്രത്തിൽ എഴുതപ്പെടുന്നതായിരിക്കും അതൊക്കെ. എക്സാക്ട്ലി. അപ്പം എനിക്ക് സത്യം പറഞ്ഞ ഒരു വലിയ ദുരന്തം വരാം. എപ്പോഴാണ് നമുക്കറിയത്തില്ല. നമ്മൾ ദൈവമല്ല, നമുക്കറിയത്തില്ല എപ്പോഴാണ് എന്താ സംഭവിക്കുന്നുള്ളത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ഒരു കുട്ടി പഠിക്കുന്ന ഒരു സിലബസിൽ നമ്മുടെ ഹിസ്റ്ററി ആയിരിക്കും.
മനസ്സിലായില്ലേ? ഇത്ര പേര് മരിച്ചു എന്നുള്ള ഈ ഒരു സംഭവം എന്തിനാണ് അതിനൊക്കെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കാലതാമസം പാടില്ല. അതെ, ഇല്ല, കാരണം ഓരോ സെക്കൻഡും ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ നമ്മൾ അടുത്ത ഡിസിഷൻ എടുത്ത് അത് പോകണം. അതെ അതെ അതെ, മനസ്സിലായില്ല? ഒരുപാട് പേര് ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്, സംസാരിക്കുന്നത് ഞാൻ കണ്ടു. സത്യം പറയാൻ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. അവർ അങ്ങനെയുള്ള കാര്യങ്ങളും സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസും സംസാരിക്കുന്നതായിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. മനസ്സിലായില്ലേ? അതേപോലെ മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമാണ്. മുല്ലപ്പെരിയാർ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ബോംബാണ്. അതെ, ബോംബായിട്ട് തന്നെ തുടരുന്നു. ഞാൻ റോബിൻ ചിലപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് നമുക്ക് എങ്ങനെ അറിയാം എപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന്? പ്രകൃതിയാണ്, വെള്ളമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഇത് എപ്പോൾ ആണെങ്കിലും പൊട്ടാം, അല്ലേ? ഞാൻ റോബിൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചാണ്, റോബിൻ്റെ ദീർഘവീക്ഷണമാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുക. റോബിൻ ഒരു സാധാരണ ഒരാളായിട്ട് ഞാൻ കാണുന്നില്ല. റോബിൻ്റെ ചിന്താഗതികൾ എല്ലാവർക്കും വേണ്ടിയാണ് റോബിൻ സംസാരിക്കുന്നത്. ഒബ്വിയസ്ലി എല്ലാവരും വേണ്ടി റോബിൻ്റെ ഈ ശബ്ദം ഉയരുന്നത്. ഇപ്പോൾ എന്നിലൂടെ ഈ ശബ്ദം വരുന്നത് റോബിൻ എല്ലാവർക്കും വേണ്ടി, റോബിന് വേണ്ടിയല്ല, റോബിൻ മലയാളികൾക്ക് വേണ്ടി, ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ശബ്ദമുയർത്തിയാണ്. ഇപ്പോൾ പറഞ്ഞൊരു ലാസ്റ്റ് പറഞ്ഞല്ലോ, ഏതെങ്കിലും സിൽവേഴ്സിൽ ഇത്ര പേര് മരിച്ചു എന്ന് എഴുതി വെക്കുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ കേരളം പോകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് റോബിൻ പറഞ്ഞത്. നമുക്ക് പറയാൻ പറ്റുന്നു, നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു. അല്ല, എനിക്കിത് അടുത്തില്ല ഇങ്ങനെ പ്രവർത്തിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. അതെ അതെ, അതാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. താങ്കൾക്ക് അത്യാവശ്യം കോണ്ടാക്ട് ഉണ്ട്, പൊളിറ്റിക്കൽ പരമായിട്ടാണെങ്കിലും ഫേമസ് ഓൾമോസ്റ്റ് എല്ലാ വ്യക്തികളെയും താങ്കൾക്ക് ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ എല്ലാവരും കൂടെ കമ്പൈൻഡ് ആയിട്ട് എന്താ പറയാ, ഇത് ചുമ്മാ അല്ല, നമുക്കൊരു മീറ്റിംഗ് തന്നെ വേണം. നമുക്ക് പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്ത് നമ്മളെ കാര്യം അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ പറ്റണം. അതാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്, അല്ലേ? കാരണം നമ്മൾ ചീഫ് മിനിസ്റ്റർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല. പുള്ളിക്കാരൻ എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും, പുള്ളിക്കാരൻ്റെ ലീഡേഴ്സും എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള ഇഷ്യൂ ആകുമ്പോൾ പ്രധാനമന്ത്രിക്കാണ് അവിടെ ഉള്ളത്, അതിനുള്ള അധികാരവും പവറും ഉള്ളത്. ഇതാണ് സിറ്റുവേഷൻ. ഇങ്ങനെയാണ് ഞാനത് തീരുമാനിച്ചു. ഞാൻ പുറത്തുനിന്ന് ആളിനെ അല്ലെങ്കിൽ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന ആളിനെ ഇന്ത്യയിലുള്ളതും പുറത്തുള്ളവരെ കമ്പൈൻ ചെയ്തിട്ട് ഇതിനുള്ള എന്താണ് പരിഹാരം നോക്കുന്നു, ഞാനിത് ചെയ്യുന്നു, തീർന്നു സംഭവം. 100% അല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അന്ന് ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളൊക്കെ ഉണ്ടോന്നല്ലോ എങ്ങനെ അറിയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല, നമുക്ക് പറ്റില്ല. പക്ഷേ എന്തായാലും റോബിൻ്റെ ഈ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റോബിൻ രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. നമ്മൾ വേറൊരു ഇഷ്യൂ അല്ല നമ്മൾ സംസാരിച്ചത്, നമ്മൾ ജനങ്ങൾക്ക് പ്രചോദനമാകുന്ന, പ്രയോജനമുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത്. അതാണ് എനിക്ക് റോബിനായിട്ട് ഇരിക്കുന്നത്. അല്ല റോബിൻ്റെ അടുത്ത് എനിക്ക് ബിഗ് ബോസിൽ എന്താണ് വിവാദം, മറ്റേതെന്ത് വിവാദം, മറ്റവൻ എന്ത് റോബിനെ പറഞ്ഞു, പക്ഷെ അതൊന്നുമല്ല നമ്മൾ ഇരുന്ന് സംസാരിച്ചത്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി റോബിൻ ശബ്ദം ഉയർത്തിയതിൽ ബിഗ് സല്യൂട്ട് റോബിൻ. താങ്ക് യു ബ്രോ. ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ബ്രോ, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമ്മൾ എനിക്കിത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ അറിയുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിപ്പോൾ ഡയറക്റ്റ്ലി പ്രധാനമന്ത്രിയായിട്ട് ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും, സാർ ഇതാണ് സിറ്റുവേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറയും. ഞാൻ പറയും, സാർ ഇത് ചെയ്താൽ നാളെ ചരിത്രമാണ് സാർ എന്ന് പറയും. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇനി ചിലപ്പോൾ എനിക്ക് തോന്നുന്ന സുരേഷ് ഗോപി സാറിന് എനിക്ക് അത്യാവശ്യം അറിയാം, ബ്രോവിനെ അറിയായിരിക്കും. നമുക്കൊന്ന് മീറ്റ് ചെയ്ത് ഞാൻ ചോദിക്കുകയാണ്, എനിക്കറിയത്തില്ല. ഇപ്പം നമുക്കൊന്ന് മീറ്റ് ചെയ്ത്, സാർ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, സാറിന് അതൊന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ, ഒന്ന് പറയാൻ പറ്റുമോ, ഇങ്ങനെയുള്ളൊരു കാര്യം എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? പ്രധാനമന്ത്രിനെ അടുത്ത് ഇതിനെപ്പറ്റി എന്ത് ചെയ്യണം, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുള്ളിക്കാരെ ചിന്തിച്ച് പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒരു സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത്, അല്ലേ? ഇത് പൊട്ടാതിരിക്കാൻ ഇത് ഭയങ്കര വലിയ സ്ട്രോങ് ആയിട്ടുള്ള സംഭവം ഒന്നും വെച്ചുണ്ടാക്കിയ സാധനമാണ്. അതെ, ഇന്നത്തെ കൺസ്ട്രക്ഷൻ ഒന്നും അല്ലാതെ അത് നമുക്ക് ചിന്തിക്കാവുന്ന. കാലാവധി 50 വർഷം എന്ന് പറഞ്ഞാൽ 129 വർഷം എത്തി. ഇനി ഇവർ വിചാരിക്കുന്നത് എന്താ 200 വർഷം വരെ ഇത് പോകുന്നതാണോ, അല്ലെങ്കിൽ 50 വർഷം വരെ പോകുന്നതാണോ? ആണ് സുപ്രീം കോടതിയൊക്കെ കൊണ്ട് ഇടപെടൽ ശക്തമായി ഉണ്ടാകുന്നില്ല. എന്തോരം നാളായി കേസ് നടക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേസ് എത്ര വർഷമായി സുപ്രീം കോടതി നടക്കുന്നത്, ഒരു തീരുമാനമെടുക്കുന്നില്ല. കേസ് നടക്കേണ്ട കാര്യമല്ല. ഇപ്പം ഇതിന്റെ ഡിസിഷൻ എടുക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയും. പ്രധാനമന്ത്രി അവിടെ പുതിയ ഡാം നിർമ്മാണം വേണം. അതെ, രാഷ്ട്രപതി പുള്ളിക്കാരൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്ന പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ചെന്നിരുന്ന് ഇതിനു വേണ്ടി സംസാരിക്കണം, ചെയ്യണം. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. സാർ ഇത് ചെയ്താൽ നാളെ ഇത് ചരിത്രമാണ്. സാറിൻ്റെ പേര് എല്ലാവരും ഓർത്തിരിക്കും. അതുമാത്രമല്ല, ഇത് ലോകത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതോടുകൂടി ഞാൻ പറയുന്നു, ഈ ഒരു വീഡിയോടുകൂടി നമ്മൾ മുല്ലപ്പെരിയാർ ക്യാമ്പയിൻ ശക്തമാക്കും. ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്ന് കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുമോ അതിൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും ബ്രോ. ഞാൻ പറഞ്ഞില്ലേ,
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വേണ്ടി മാത്രം, എനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയോ അല്ല സംസാരിക്കുന്നത്, നമ്മൾ മൊത്തം ആൾക്കാർ തമിഴ്നാട്ടിലുള്ളവർക്കും കൂടെ വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. മനസ്സിലായി? കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. അല്ലെങ്കിൽ കേരളമാണ്, തമിഴ്നാടാണ്, ഇന്ത്യ എന്നൊന്നുമല്ല, മനുഷ്യരാണ്. എല്ലാവർക്കും വേദനിക്കും അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ഒരാളുടെ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കും, നമ്മളെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കും വേദനിക്കും. എല്ലാം നമ്മുടെ സഹോദരങ്ങളാണല്ലോ. നമ്മുടെ വെള്ളം കൊടുക്കുന്നു, തമിഴ്നാട്ടിൽ നിന്ന് കൃഷി ചെയ്ത് നമുക്കും കൂടി തരുന്നു. എല്ലാം കൈകോർത്ത് ഒരുമിച്ച് പോകുന്ന ആളുകളാണല്ലോ, അതിനൊരു സംശയമില്ല. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരു ചർച്ചയിലേക്ക് തന്നെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നു ഇന്നത്തെ റോബിൻ്റെ ഈ സംസാരം എന്ന ഒരു സംശയമില്ല. അല്ല, ഇത് കാണുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഇതിനെ പറ്റിയാണ് ഇനി അടുത്ത് നിങ്ങൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സംസാരിച്ച ആൾക്കാരിലേക്ക് അവയർനെസ് കൊണ്ടുവന്ന് ഇത് നമ്മൾ ലീഡേഴ്സിലേക്ക് എത്തിച്ച്, ലീഡേഴ്സ് വഴി ഇത് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയിലേക്ക് എത്തിച്ച് ഇത് ഒരു ഡിസിഷൻ എടുക്കണം. ഡിസിഷനാണ് വേണ്ടുന്നത്. തീർച്ചയായിട്ടും ഡിസിഷൻ എടുക്കണം. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അടുത്ത നമുക്ക് ഓരോ സെക്കൻഡ് വിലപ്പെട്ടതാണ്. നമ്മൾ അയ്യോ കുറച്ച് മുന്നേ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നാലോചിച്ചിട്ട് എന്ത് കാര്യമാണ്? അപ്പോഴത്തേക്ക് എല്ലാം എന്ത് ചെയ്യും? തുടങ്ങുന്നു നമ്മൾ. അതെ, യാത്ര തുടങ്ങി വെച്ച പല ആളുകളും തുടങ്ങി വെച്ച യാത്ര നമ്മൾ ഏറ്റെടുത്ത് നമ്മളും തുടങ്ങുന്നു. അതിന്റെ ഒരു അതാ പറഞ്ഞു, ബ്രോന്റെ ഭാഗത്ത് നിന്നും ആരെയൊക്കെ തീർച്ചയായിട്ടും അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. അതിന്റെ ഒരു മുന്നോടിയാണ് ഇത്. അതെ, ആ ഒരു രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാം റോബിൻ. തീർച്ചയായും ഒരുപാട് പേര് ഓൾറെഡി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അല്ലെ? അഡ്വക്കേറ്റ് റസൽ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സ് പലവരും സംസാരിക്കും. പക്ഷേ ഒരു റിസൾട്ടിലേക്ക് വരുന്നില്ല. ഞാൻ കണ്ടു ഒരുപാട് പേര് കംപ്ലൈന്റ് മറ്റേ സിഗ്നേച്ചർ രജിസ്റ്റർ ചെയ്യുന്നത്. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. എത്രയോ പ്രകടനം ജാഥകളായിട്ട് അവിടെ പോയി, അവിടെ കിടന്ന് നിരാഹാരം കിടന്നവർക്ക് ആ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു? അല്ല, ഇതിപ്പോ നമ്മളിപ്പോ അവിടെ പോയി എന്തെങ്കിലും ജാഥയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സമരമോ ചെയ്തു കഴിഞ്ഞാൽ അത് മേ ബി ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ചിലപ്പോൾ ഇതിനെപ്പറ്റി അത്രേ വരും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വോട്ട് ചെയ്ത വ്യക്തികളാണ് ഇവിടെ നമുക്ക് വേണ്ടി അവർ ഓരോ സഹായങ്ങൾ ചെയ്യുന്നത് അല്ലേ? ലീഡേഴ്സ് എന്ന് പറയുന്നത് അത് ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും മന്ത്രിമാരാണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും നമ്മളുടെ വ്യക്തി തന്നെയാണ് പുള്ളിക്കാരൻ പ്രധാനപ്പെട്ട വ്യക്തി. അപ്പോൾ പ്രധാനപ്പെട്ട വ്യക്തിയുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ പറയുക, എത്തിക്കുക. സർ ഇങ്ങനെയാണ്, ഇതാണ് പ്രശ്നം. ഈ കാര്യങ്ങൾ പറഞ്ഞാൽ പുള്ളിക്കാരെ മനുഷ്യത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കും ശരിയാണ്. പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞാലും വലിയൊരു കാര്യമാണ് അല്ലേ? അതിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ബ്രോയിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ചെയ്ത് നമുക്കത് എത്രയും പെട്ടെന്ന് എത്തിക്കുക, ചർച്ചയാക്കുക, അതിനെപ്പറ്റിയുള്ള വിദഗ്ധരെ കൊണ്ടുവരിക, ഇത് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുക, ഒരു വലിയ ദുരന്തം ഒഴിവാക്കുക. ഇത്രേ ഉള്ളൂ. ചെയ്യാവുന്നുള്ളൂ റോബിന്. ചെയ്തു തുടങ്ങുന്നു നമ്മൾ ഇന്നു മുതൽ എന്ന്. അതെ, എൻ്റെ ഭാഗത്തുനിന്നും ഞാനും ബ്രോയിന് ആരെങ്കിലും മീറ്റ് ചെയ്യണം, ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ വരാം. ഞാൻ വരാം. കാരണം ഞാൻ വരുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനായിട്ടല്ല, ഒരു വ്യക്തി ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ വരാം, വന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് യാത്ര തുടരാം എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അതുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റോബിൻ്റെ ജീവിതത്തിൽ പല യാത്രകൾ ചെയ്ത വ്യക്തിയാണല്ലോ, പല രീതിക്കുള്ള യാത്ര. എനിക്കൊന്ന് ഡോക്ടറായിട്ട് തുടങ്ങി, ഇപ്പം ലോകം അറിയുന്ന മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്കുള്ള അറിയുന്ന ഒരു അപ്പുറത്തേക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ റോബിനെ ഒരുമിച്ച് നമ്മളൊരു കല്യാണത്തിന് പോകണ്ട. റോബിനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ റോബിൻ ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് റോബിൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു സ്ഥലത്തൊരു ഡോക്ടറായിട്ട് നല്ല കൈപുണ്യമുള്ള ഡോക്ടർ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചിരുന്ന റോബിൻ്റെ ജീവിതത്തിൽ 2 പേരോടാണ് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അന്നുണ്ടായിരുന്ന ഷാനവാസ് എന്തോ ഒരു ഡോക്ടർ, അദ്ദേഹമായിട്ട് നല്ല ഷാനവാസ് ആ ഡോക്ടർ വൈശാഖ് അടുത്ത ഫ്രണ്ട്. പിന്നീടാണ് പൊടിയെ കിട്ടുന്നത്. ഇവർ 2 പേരാണ് റോബിൻ ഇന്നും വിശ്വാസമുള്ളവരെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. റോബിന്റെ യാത്രകളിലും എനിക്ക് വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട്. അല്ല, കൂടുതൽ വിശ്വാസം, കൂടുതൽ ക്ലോസ് ആയിട്ട് പേരെന്ന് പറയുന്നത്, ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരാളെന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് പൊടിയുടെ അടുത്താണ്. വൈശാഖിന്റെ അടുത്ത് എപ്പോഴെങ്കിലും ആണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ തമ്മിൽ ഒരു ബോണ്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോഴും ആ ബന്ധങ്ങൾ? ഉണ്ട്, ഒബ്വിയസ്ലി ഉണ്ട്. നമ്മൾ ചിലപ്പോൾ പബ്ലിക്കലി വന്നിരുന്ന് ലൈക്ക് ഇടാനോ അല്ലെങ്കിൽ കമന്റ് ഇടാനോ ഒന്നും ചിലപ്പോൾ നിൽക്കത്തില്ലായിരുന്നു. പക്ഷേ ഞാനും വൈശാഖും തമ്മിൽ എപ്പോഴെങ്കിലും സംസാരിച്ചാലും, കാരണം പുള്ളിക്കാരൻ അടുത്ത സ്റ്റേജിലേക്ക് അവൻ്റെ ലൈഫിലേക്ക് എത്തിയിരിക്കുക. പുള്ളിക്കാരൻ ഒരു ഡോക്ടറായിട്ട് 2-3 ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു, വൈഫുണ്ട്, കുട്ടിയുണ്ട്. സോ ആ രീതിയിൽ പുള്ളിക്കാരൻ ബിസിയാണ്. പിന്നെ പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം ഈ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ കൂടി ഞാൻ 2-3 പ്രാവശ്യം ആലോചിച്ച് സംസാരിക്കുന്നുള്ളൂ. അതിനൊക്കെ ഒരു മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്ന പൊടി തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറയുമ്പോഴും ചിന്തിക്കാതെ കുറേ കാര്യങ്ങൾ എടുത്തുചാടി ചെയ്തതിൽ എനിക്ക് ഒരുപാട് അബദ്ധങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പം അധികം വരുന്നില്ല. ഇപ്പം അധികം എന്നെ പറ്റിയുള്ള വലിയ ന്യൂസസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ റോബിൻ കുറച്ച് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നു. ഞാൻ ഒബ്വിയസ്ലി എൻ്റെ പ്രൊഫൈലിൽ ലോ പ്രൊഫൈൽ ആക്കി വെച്ചിരിക്കുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മുന്നേറണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനുവേണ്ട പ്രിപ്പറേഷൻ ചെയ്യണം. ഇപ്പോൾ ബിഗ് ബോസിൽ വരുന്നത് എൻ്റെ 31ാമത്തെ വയസ്സിലാണ്.
ആ സമയം വരെ എന്നെ അധികം പേർക്ക് അറിയത്തില്ല, കുറച്ച് പേർക്ക് മാത്രമേ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ അറിയായിരുന്നു. അപ്പം അതുവരെ എവിടെയായിരുന്നു? എന്തുകൊണ്ട് ഞാൻ സീസൺ 1, 2, 3 വന്നില്ല? എന്തുകൊണ്ട് 4? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. പിന്നെ ഞാനൊരു സാധാരണക്കാരനാണ്, ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പം എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ പലതും പറയാറില്ല, ഞാൻ ചെയ്യാൻ പോണ കാര്യങ്ങൾ പലതും പറയാറില്ല. കാരണം എനിക്ക് ശത്രുക്കളുണ്ട്. മറ്റൊന്ന് വെച്ചാൽ സന്തോഷത്തിൻ്റെ പുറത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ അത് പറഞ്ഞാൽ പലതും നടക്കത്തില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ചു. അതുകൊണ്ടൊന്നും പുറത്ത് പറയാറില്ല, അധികം പറയണ്ട. നടന്നു കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ പറയാം എന്ന് മാത്രം ചിന്തിച്ചു. കുറച്ചുകൂടെ എന്താ പറയുക, ആലോചിച്ചും കണ്ട് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മെച്ചുവർ ആവണം. റോബിന് ഏറ്റവും കൂടുതൽ പാര വെച്ചിരിക്കുന്ന ആരാ റോബിന്റെ ജീവിതത്തിൽ? ചിലപ്പോൾ ഞാൻ അറിയാത്ത ആൾക്കാരൊക്കെ എന്നെ അറിഞ്ഞവരുണ്ടോ, മനസ്സിലറിഞ്ഞവര്? മനുഷ്യരുടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പാരവെപ്പും കാര്യങ്ങളൊക്കെ. അതൊക്കെ ചെയ്യുന്നവരൊക്കെ ഇഷ്ടം പോലെ കാണും, ഇപ്പോഴും ചെയ്യും, ഇനിയും ഞാൻ ചെയ്യാൻ പോണ കാര്യങ്ങളും ചെയ്യും. ഇപ്പം ഞാൻ ഇപ്പം മുല്ലപ്പെരിയാറിനെ പറ്റി പറഞ്ഞു, അതെ അതെ, ഇത് പാരവയ്ക്കുന്ന എത്ര പേര് കാണും അല്ലേ? ഇതിപ്പോൾ പാരവയ്ക്കുന്ന എത്ര പേര് കാണും? അവൻ പോയി അതിൽ പോയി ഇരുന്ന് അങ്ങനെ ഇരുന്ന് സംസാരിച്ചു, അത് സംസാരിച്ചു, അവൻ എന്തിനാ അവനെ ഷോ ഓഫ് കാണിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യിക്കരുത്, അവൻ ഇങ്ങനെയാണ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് പേര് കാണും. മനസ്സിലായില്ലേ? ഏറ്റവും വേദനിപ്പിച്ച ഒരു വേദന ഉണ്ട്, എനിക്ക് വേദന ഉണ്ടാകാറുണ്ട്, പല ടൈപ്പ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു മുഹൂർത്തം ഏതാണെന്ന് ചെയ്ത് പറയാൻ പറ്റും റോബിന്? ബ്രോ, ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ വേദനയിൽ ഭയങ്കര വേദന എന്നുള്ള സംഭവമൊന്നുമില്ല. എനിക്ക് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, വേദന അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പച്ചയ മനുഷ്യനാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് വരുമ്പോൾ എനിക്ക് സങ്കടം വരും, ദേഷ്യം വരുമ്പോൾ ദേഷ്യം വരും. അപ്പം ഉറപ്പായിട്ടും പല കാര്യങ്ങൾ, ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്നുമില്ല. എനിക്ക് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എത്രയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനത്തെ ഒരു സൈഡും ഉണ്ട്. അതിൽ ചെറിയ കാര്യങ്ങൾ പോലും വേദനിപ്പിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഇത്ര വലിയൊരു കാര്യം നടന്നാലേ എനിക്ക് വേദന കൂടത്തുള്ളൂ, അല്ലെങ്കിൽ ഇത്ര വലിയൊരു കാര്യം നടന്നാലേ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വേദന എന്നുള്ളതില്ല. എനിക്ക് കുറേ കാര്യങ്ങൾ എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിഷമങ്ങളെക്കാട്ടിയും കൂടുതൽ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഈ വിഷമങ്ങൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. നമുക്കിപ്പം വിഷമിക്കാൻ ഒരു 100 കാര്യങ്ങളുണ്ടെങ്കിൽ, ഒരു 1000 കാര്യം സന്തോഷിക്കാനുണ്ടെങ്കിൽ നമുക്കത് നോക്കിയാൽ പോരെ. നെഗറ്റിവിറ്റിയുടെ പുറകെ പോകണ്ടല്ലോ. പിന്നെ ഞാൻ മാക്സിമം ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക. അധികം പേരെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ സർക്കിളിൽ നിൽക്കുന്നില്ല, അധികം പേരായിട്ട് കോൺടാക്ട് ചെയ്യില്ല. 10, 30, 35 പേരെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നു, അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവർ കുഴപ്പമില്ല, നോക്കിയും കണ്ട് മാത്രമേ ഞാൻ അവിടെ നിൽക്കുന്നുള്ളൂ. എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് മനസ്സമാധാനമുണ്ട്, ഹാപ്പിയാണ്.